ലിംഗത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചു കളഞ്ഞ പുരുഷന്മാരെയാണോ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം? ലിംഗത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക താല്പര്യം വർദ്ധിക്കുമോ അതോ കുറയുമോ? ഈ ഒരു പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇംഗ്ലീഷിൽ സർക്കംസിഷൻ എന്ന് വിളിക്കുന്ന, മലയാളത്തിൽ ചേലകർമ്മം എന്നും സുന്നത്ത് കല്യാണമെന്നൊക്കെ പറയുന്ന പ്രക്രിയയെപ്പറ്റി വൈദ്യശാസ്ത്രത്തിനും റിസർച്ചുകൾക്കുമൊക്കെ എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വിവോക്സിൻ്റെ പ്രേക്ഷകർ വളരെയധികം അറിയുവാൻ താല്പര്യം കാണിച്ച ഒരു വിഷയമാണിത്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് നൂറുകണക്കിന് പുരുഷന്മാരിൽ സർക്കംസിഷൻ ചെയ്തിട്ടുള്ള അമേരിക്കയിലെ മെമ്മോറിയൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ യൂറോളജിസ്റ്റ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ജസ്റ്റിൻ ഡൂബിൻ ആണ്. പുരുഷന്മാരുടെ ആരോഗ്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ജസ്റ്റിൻ മാൻ അപ്പ് എ ഡോക്ടേഴ്സ് ഗൈഡ് ടു മെൻസ് ഹെൽത്ത് എന്ന പോഡ്കാസ്റ്റിൻ്റെ സഹ അവതാരകൻ കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. കാലഹരണപ്പെട്ട പഠനങ്ങളും സദാചാരവുമൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് തള്ളുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന 99% ഡോക്ടർമാരും. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും കൗൺസിലിങ്ങും മാത്രം മതി. അപ്പോൾ ഈ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കംസിഷൻ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചു മാറ്റുന്ന പ്രക്രിയ, ഇത് മറ്റ് വൈദ്യശാസ്ത്ര പ്രക്രിയകൾ പോലെ, അതായത് അപ്പൻഡിസൈറ്റിസിന് നടത്തുന്ന സർജറിയോ അല്ലെങ്കിൽ ഹെർണിയയ്ക്ക് നടത്തുന്ന സർജറിയെ പോലെ ഒരു വ്യക്തിയുടെ ശരീരാരോഗ്യത്തിനും ജീവനും രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരു സർജറിയൊന്നുമല്ല. ഇത് ആ വ്യക്തിയുടെ മതവിശ്വാസവും ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രക്രിയയാണ്. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഈ ഒരു പ്രക്രിയ മുസ്ലിം സമുദായത്തിൻ്റെ ആചാരവുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു മതവിശ്വാസത്തിൻ്റെ സ്വാധീനത്തെ പറ്റി കൂടെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം പലരും സർക്കംസിഷൻ്റെ ഗുണങ്ങളെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളിലും ആ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളുടെ മതവിശ്വാസ മൂല്യങ്ങൾ ലൈംഗികതയെപ്പറ്റി ഉണ്ടാക്കിയ കാഴ്ചപ്പാടിനും ഒരു വലിയ പങ്കുണ്ട്. ഈ ഒരു വിശ്വാസ മൂല്യങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് അപ്പൻഡിസൈറ്റിസിന് ചെയ്യുന്ന ഒരു സർജറിയിലോ അല്ലെങ്കിൽ ഹെർണിയയ്ക്ക് ചെയ്യുന്ന സർജറിയിലോ ഒന്നും കാണുവാൻ സാധിക്കത്തില്ല. അവിടെ ആരും ആ സർജറിക്ക് ശേഷം നിങ്ങളുടെ ലൈംഗിക ശേഷി കൂടുമോ കുറയുമോ എന്നൊന്നും പറഞ്ഞ് കഥകൾ ഉണ്ടാക്കാറില്ല. കാരണം ഈ പറഞ്ഞ അവയവങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ലിംഗം മാതിരി ഒരു ലൈംഗിക ശേഷിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു അവയവങ്ങളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡോക്ടർക്ക് ആ ഡോക്ടർ പഠിച്ച മെഡിക്കൽ കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് ബയോളജിയുടെയും ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം ചികിത്സിക്കുവാൻ പറ്റും. പക്ഷേ ലിംഗത്തിൻ്റെ കാര്യത്തിൽ ഇത് സാധ്യമല്ല. കാരണം നിങ്ങളുടെ ലിംഗത്തിന് മൂത്രമൊഴിക്കുക എന്നുള്ള ഒരു ഉപയോഗം മാത്രമല്ല ഉള്ളത്. അതിന് സന്താനോൽപാദനം എന്നും ലൈംഗിക സുഖം എന്നും പറഞ്ഞ് വേറെയും 2 പ്രധാന ദൗത്യങ്ങളുണ്ട്. അപ്പം ഈ 2 ദൗത്യങ്ങളിലും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കുമൊക്കെ ഒരു വലിയ പങ്കും കൂടെയുണ്ട്. അതുകൊണ്ടാണ് ലൈംഗികതയെ പറ്റി സംസാരിക്കുമ്പോൾ അത് സ്വയംഭോഗമായാലും പോണായാലും സർക്കംസിഷൻ ആയാലും ആളുകളുടെ പ്രതികരണത്തിലും അഭിപ്രായത്തിലും വളരെയധികം വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഈ പേന ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ അത് താഴോട്ടേ വീഴത്തുള്ളൂ, അല്ലാതെ മുകളിലോട്ടോ സൈഡിലോട്ടോ ഒന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ താഴെ നിന്ന് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഈ ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പേന താഴോട്ട് വീഴുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഗുരുത്വാകർഷണം പോലെ തന്നെ 2 സൈഡിൽ നിന്നും തുല്യ ശക്തികൾ വേറെയും ഉണ്ടായിരുന്നെങ്കിൽ ഈ പേന താഴോട്ട് തന്നെ വീഴുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പ്രയാസമാണ്. കാരണം ആ തുല്യ ശക്തികൾ ഏത് സൈഡിൽ നിന്നാണോ കൂടുതൽ ശക്തി വരുന്നത് ആ സൈഡിലോട്ട് പേന പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ലൈംഗികതയുടെ കാര്യവും. അവിടെ ഗുരുത്വാകർഷണം, അതായത് ബയോളജി മാത്രമല്ല ഉള്ളത്, ഈ 2 സൈഡിൽ നിന്നും മനസ്സിൻ്റെയും കൾച്ചറിൻ്റെയും, അതായത് വിശ്വാസത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു ശക്തമായ സ്വാധീനം കൂടെ ഉണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പത്തിലെ സർക്കംസൈസ് ചെയ്ത ഒരു വ്യക്തിക്കുള്ള ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടും അനുഭവമൊന്നും ആയിരിക്കില്ല സർക്കംസൈസ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഉള്ളത്. അതിൻ്റെ അർത്ഥം ഒന്ന് ശരിയും മറ്റേത് തെറ്റുമാണ് എന്നല്ല, രണ്ടും ശരി തന്നെയാണ്. ഈ 2 അനുഭവങ്ങളും, ഈ 2 ലൈംഗിക അനുഭവങ്ങളും നമ്മളുടെ തലച്ചോറ് 2 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്. വിവോക്സിൻ്റെ ലക്ഷ്യം ലൈംഗികതയെപ്പറ്റി സയൻസിന് എന്താണ് പറയാനുള്ളത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. അപ്പോൾ ഇനി സയൻസിനും റിസർച്ചിനും ഒക്കെ സർക്കംസിഷനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. സർക്കംസിഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ സർക്കംസിഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്റ്റീവ് പ്രൊസീജിയറാണ്. അതായത് എല്ലാ പുരുഷന്മാരും ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു പ്രക്രിയയൊന്നുമല്ല. ആളുകൾ സർക്കംസൈസ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്.
ജൂതന്മാരും മുസ്ലിങ്ങളുമൊക്കെ മതപരമായിട്ടുള്ള കാരണങ്ങൾ കാരണമാണ് സർക്കംസൈസ് ചെയ്യുന്നത്. ഞാൻ സർക്കംസൈസ് ചെയ്ത ഒരു ജൂതമത വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വ്യക്തി സർക്കംസൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയുവാനുള്ള ഒരു അവകാശമില്ല. ആ ഒരു തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിയാണ്. ഡോക്ടർ ജസ്റ്റിൻ ജൂതമത വിശ്വാസിയായ സർക്കംസൈസ് ചെയ്ത ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, താൻ സർക്കംസൈസ് ചെയ്ത ഡോക്ടർ ആയതുകൊണ്ടും തൻ്റെ മതവിശ്വാസം സർക്കംസിഷനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടും തൻ്റെ അടുക്കൽ വരുന്ന വ്യക്തികളോട് അവർ സർക്കംസൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാൻ തനിക്ക് അവകാശമില്ല എന്നായിരുന്നു. ഇതിനാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു വ്യക്തിയുടെ കൾച്ചറിനും മതവിശ്വാസങ്ങൾക്കുമൊക്കെ ആ വ്യക്തിയുടെ ലൈംഗികതയിലുള്ള കാഴ്ചപ്പാടിന് മേലുള്ള ഒരു സ്വാധീനം. അപ്പം ഈ ഒരു സ്വാധീനം സ്വയം തിരിച്ചറിഞ്ഞ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കേണ്ടത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക ഡോക്ടർമാർക്കും ഈ ഒരു തിരിച്ചറിവില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് സയൻസും റിസർച്ചും ഒക്കെ എന്താണ് സർക്കംസിഷനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. ഇനി സർക്കംസിഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് സർക്കംസിഷൻ ലൈംഗിക രോഗങ്ങളായ ഹെർപ്പിസും HPVയും ഒക്കെ കുറയ്ക്കും എന്നാണ്. അതുപോലെ തന്നെ ഇത് പുരുഷന്മാരിലും ആൺകുട്ടികളിലും പിനൈൽ ക്യാൻസറും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ഒക്കെ കുറയ്ക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ആഫ്രിക്ക പോലെ വളരെയധികം HIV ബാധിതരുള്ള ഒരു പ്രദേശത്ത് നടത്തിയ പഠനം മറ്റു രാജ്യങ്ങളിൽ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് പറയുവാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, ഈ പിനൈൽ ക്യാൻസറും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും പോലെയൊക്കെയുള്ള രോഗങ്ങൾ പുരുഷന്മാരുടെ ഇടയിലും ആൺകുട്ടികളുടെ ഇടയിലും ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. പലർക്കും ഉള്ള ഒരു സംശയം ഈ സർക്കംസിഷൻ ചെയ്യുന്നത് കൊണ്ട് ലിംഗത്തിന്റെ വികാരത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ എന്നാണ്. പല രക്ഷിതാക്കളും ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. അവരുടെ ഒരു വലിയ ആവലാതി ഭാവിയിൽ തങ്ങളുടെ കുട്ടിയുടെ ലൈംഗിക ശേഷിക്കോ ലിംഗത്തിൻ്റെ വികാരത്തിനോ ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നാണ്. എന്നാൽ ഈ ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പഠനങ്ങൾ പ്രകാരം സർക്കംസൈസ് ചെയ്ത ഒരു പുരുഷനും സർക്കംസൈസ് ചെയ്യാത്ത ഒരു പുരുഷനും തമ്മിലുള്ള ലിംഗത്തിൻ്റെ വികാരത്തിൽ യാതൊരു വ്യത്യാസം ഇല്ല എന്നാണ് കാണിക്കുന്നത്. നൂറുകണക്കിന് മുതിർന്ന പുരുഷന്മാരിൽ സർക്കംസിഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടുള്ള ആരും തന്നെ അവരുടെ ലൈംഗിക സുഖം കുറഞ്ഞെന്ന് പറഞ്ഞോ, വികാരം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോ, ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞോ, രതിമൂർച്ചയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞോ ഒന്നും തിരികെ എന്നെ കാണാൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലിംഗത്തിൻ്റെ വികാരം നഷ്ടമാകും എന്നുള്ള ഒരു ആവലാതി അസ്ഥാനത്താണ്. സംഭവിക്കാവുന്നത് സർക്കംസിഷൻ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ആ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് വളരെയധികം വികാരം അനുഭവപ്പെടും. കാരണം ആ അഗ്രഭാഗം ആദ്യമായിട്ടാണ് ഒരു പുറം ലോകം കാണുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സർക്കംസൈസ് ചെയ്ത പുരുഷന്മാരെയാണ് കൂടുതൽ താല്പര്യമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതിനെപ്പറ്റി ഞാനും ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. സ്ത്രീകൾക്ക് സർക്കംസൈസ് ചെയ്ത പുരുഷന്മാരെയാണ് കൂടുതൽ താല്പര്യമെന്ന് കാണിക്കുന്ന പഠനങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ ലൈംഗിക രോഗങ്ങൾ കുറയ്ക്കുവാനുള്ള ഒരു സാധ്യതയും കണ്ടാൽ ഒരു വൃത്തി തോന്നിക്കുന്ന ലുക്കുമൊക്കെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഒരു പഠനത്തെ നമുക്ക് പൊതുവൽക്കരിക്കുവാൻ പറ്റത്തില്ല. കാരണം സർക്കംസിഷൻ ചെയ്യാത്ത ലിംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇതൊരു വിഷയമേ അല്ല. അവരെ സംബന്ധിച്ച് ആ ലിംഗം കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നല്ല, അത് ആ പുരുഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഈ സർക്കംസൈസ് ചെയ്ത പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് ആ സ്ത്രീകളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ആ വ്യക്തിയുടെ മതവിശ്വാസവുമായിട്ടും ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇനി ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു സർക്കംസിഷൻ അനിവാര്യമായിട്ട് വന്നേക്കാം. എന്താണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ? ഇതിൻ്റെ പിന്നിൽ സാധാരണയായി കണ്ടുവരാറുള്ളത് 2 കാരണങ്ങളാണ്. ഒന്ന് ബെലനൈറ്റിസ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇതൊരു മാരകമായ അസുഖമൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കും. രണ്ടാമത്തെ കാരണം ഫൈമോസിസ് എന്ന് പറയും. ഈ ഒരു അവസ്ഥ ഉള്ള പുരുഷന്മാരുടെ അഗ്രചർമ്മം പുറകോട്ട് നീക്കുവാൻ സാധിക്കുകയില്ല. ഇത് പിന്നീട് അവരുടെ അഗ്രചർമ്മത്തിൽ ചില വേദനാജനകമായ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. ലിംഗം വൃത്തിയാക്കുന്നതിനും ഇത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അങ്ങനെയുള്ള പുരുഷന്മാരിൽ അത് പരിഹരിക്കുവാൻ ഞാൻ ആദ്യപടിയായിട്ട് നിർദ്ദേശിക്കുന്നത് ആ അഗ്രചർമ്മം പുറകോട്ട് മാറ്റുവാൻ സഹായിക്കുന്ന ഒരു സ്റ്റെറോയിഡ് ക്രീം പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. പക്ഷേ ചില പുരുഷന്മാരിൽ ഇത് വർക്കാവത്തില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സർക്കംസിഷൻ തന്നെ വേണ്ടിവരും. ചുരുക്കം പറഞ്ഞാൽ സർക്കംസിഷൻ പോലെയുള്ള ഒരു പ്രക്രിയയിൽ എന്താണ് ശരി, എന്താണ് സത്യം എന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. അപ്പോൾ അവിടെ വേണ്ടത് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനുമുള്ള ഒരു മനസ്സാണ്. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.